നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ആലപ്പുഴ ഹരിപ്പാട് വിദേശ നിർമ്മിത നിറതോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവം കേന്ദ്ര ഏജൻസിയും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ഊർജിതമാക്കി. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനം. വാർഷിക ബഡ്ജറ്റിൽ 2.2 കോടി രൂപ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചു. വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് നൽകി ലക്ഷങ്ങളുടെ തട്ടിപ്പ്. ചേർത്തല ടൗൺ LP സ്കൂൾ പ്രഥമാധ്യാപിക NR സീത ഒളിവിൽ തന്നെ. KSFക്ക് പിന്നാലെ ചേർത്തല അർബൻ ബാങ്കും പരാതി നൽകി. ചേർത്തലയിൽ മുക്കുപണ്ടം തട്ടിപ്പ്. കോട്ടയം സ്വദേശി 33 വയസ്സുള്ള വിജീഷാണ് ചേർത്തല പോലീസിന്റെ പിടിയിലായത്. സമാന സ്വഭാവത്തിലുള്ള നിരവധി കേസുകളിലും ഇയാൾ പ്രതിയെന്ന പോലീസ്. കുത്തിയതോട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ 1.25 കിലോ കഞ്ചാവുമായി എറണാകുളം സ്വദേശികൾ പിടിയിൽ. കുമ്പളം സ്വദേശി മഹേഷ്, മരട് സ്വദേശി അഫ്സൽ എന്നിവരാണ് പിടിയിലായത്. കോടികൾ ചിലവിട്ട് നിർമ്മിച്ച തൈക്കാട്ടുശ്ശേരി പാർക്ക് പരിപാലനമില്ലാതെ നശിക്കുന്നുവെന്ന് ആരോപണം. തുറവൂർ പമ്പ റോഡിൽ കായലോരത്ത് നിർമ്മിച്ച പാർക്കിൽ വിശ്രമത്തിനും കായൽ സൗന്ദര്യം ആസ്വദിക്കുന്നതിനുമായി നിരവധി പേരാണ് എത്തുന്നത്. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ഹരിപ്പാട് നിന്ന് 10 കൊല്ലം മുമ്പ് യുവാവിനെ കാണാതായ സംഭവം. പ്രതിയെന്ന് സംശയിക്കുന്ന യുവാവിൻ്റെ വീട്ടിൽ നിന്ന് വിദേശ നിർമ്മിത നിറതോക്കും ആയുധങ്ങളും കണ്ടെടുത്ത സംഭവം കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷണം ഊർജിതമാക്കി. രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം തുടരും. 10 വർഷം മുൻപ് കാണാതായ യുവാവ് കൊല്ലപ്പെട്ടെന്ന സംശയത്തിൽ നടത്തിയ പരിശോധനയിൽ മാരക പ്രഹാരശേഷിയുള്ള വിദേശ നിർമ്മിത തോക്ക് കണ്ടെത്തിയതിനെപ്പറ്റി കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടങ്ങി. കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗവും രഹസ്യാന്വേഷണ വിഭാഗവും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ക്രിമിനൽ സംഘത്തിന്റെ വീട്ടിൽ നിന്നാണ് തോക്കും മറ്റ് ആയുധങ്ങളും കണ്ടെത്തിയത്. ഇത്തരം തോക്കുകൾ എത്തിക്കുന്നത് ആരെന്നതിനെപ്പറ്റി NIAയും അന്വേഷിക്കുന്നതായി വിവരമുണ്ട്. ലൈസൻസ് ഇല്ലാതെ US നിർമ്മിത തോക്കും തിരകളും ഗുണ്ടയുടെ വീട്ടിൽ നിന്നും പിടികൂടിയത് സംസ്ഥാനത്ത് ആദ്യമാണെന്നും പോലീസ് പറഞ്ഞു. ഈ തോക്കിന് സാധാരണ തോക്കിനേക്കാൾ കൃത്യതയും റേഞ്ചും കൂടുതലാണ്. ഒരേ സമയം 6 തിരകൾ നിറച്ചുപയോഗിക്കുവാൻ കഴിയും. ഗുണ്ടാ സംഘങ്ങൾക്ക് ഇത്തരം തോക്കുകൾ ലഭിക്കുന്നത് ഗൗരവത്തോടെയാണ് ഇന്റലിജൻസ് വിഭാഗം കാണുന്നത്. കൂടുതൽ തോക്കുകൾ ഇത്തരം സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷിക്കുന്നുണ്ട്. 10 വർഷം മുൻപ് കാണാതായ താമല്ലാക്കൽ പുത്തൻ വീട്ടിൽ രാകേഷിനെ കൊലപ്പെടുത്തിയെന്ന ബന്ധുക്കൾ ആരോപിക്കുന്ന കുമാരപുരം പൊത്തപ്പള്ളി വടക്ക് കായൽവാരത്ത് കിഷോറിന്റെ വീട്ടിൽ നിന്നാണ് തോക്കും 53 വെടിയുണ്ടകളും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചെടുത്തത്. 6 തിരകൾ തോക്കിൽ നിറച്ച നിലയിലായിരുന്നു. 60 തിരകൾ ഉണ്ടായിരുന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. ബാക്കി തിരകൾ ഉപയോഗിച്ചോ എന്ന ആലപ്പുഴ AR ക്യാമ്പിലെ ആയുധ പരിശോധനാ വിഭാഗം ശാസ്ത്രീയ പരിശോധനയും നടത്തുന്നുണ്ട്. തോക്ക് മാരക പ്രഹരശേഷിയുള്ളതാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. കാപ്പ കേസ് പ്രതിയായ കിഷോറിനെതിരെ ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വെച്ചതിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്ന കിഷോറിനെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. കിഷോറിനെ പിടികൂടിയാലേ തോക്കിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കൂ. കിഷോറിന്റെ സംഘത്തിൽപ്പെട്ടവർ പോലീസ് നിരീക്ഷണത്തിലാണ്. ഇവർ ആരെങ്കിലും തോക്ക് ഉപയോഗിച്ചിരുന്നോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ടൈം ന്യൂസ്, ആലപ്പുഴ. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനം. ഇതിനായി വാർഷിക ബഡ്ജറ്റിൽ 2.2 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് 2.2 കോടി രൂപ നീക്കിവെച്ച ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ജീവിതമാണ് ലഹരി എന്ന ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള പരിപാടികൾക്കാണ് വ്യാഴാഴ്ച അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തുക നീക്കിവെച്ചത്. ക്യാമ്പയിൻ 28 വൈകിട്ട് 4 കളക്ടറേറ്റ് അങ്കണത്തിൽ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കുട്ടികളും യുവാക്കളും ലഹരി തേടി പോകുന്ന ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി ക്യാമ്പയിനിന്റെ ഭാഗമായി CCTV ക്യാമറയും ലൈറ്റും സ്ഥാപിക്കും. ലഹരി ഇടപാടുകാരെയും കേന്ദ്രങ്ങളെയും സംബന്ധിച്ച വിവരം നൽകുന്നവർക്ക് ഭീഷണിയുണ്ടെങ്കിൽ നേരിടാൻ ടോൾ ഫ്രീ നമ്പർ തുടങ്ങും. വിവരം നൽകാൻ പരാതിപ്പെട്ടി സ്ഥാപിക്കും. പരാതികളിൽ അപ്പോൾ തന്നെ നടപടി തുടങ്ങുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി പണം തട്ടിയെടുത്ത സംഭവത്തിൽ ചേർത്തല ടൗൺ LP സ്കൂളിലെ പ്രഥമാധ്യാപിക NR സീത ഒളിവിൽ തന്നെ. KSFക്ക് പിന്നാലെ ചേർത്തല അർബൻ ബാങ്കും പരാതി നൽകി. ചേർത്തലയിൽ വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് നൽകി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയായ ഗവൺമെന്റ് ടൗൺ LP സ്കൂൾ പ്രധാനാധ്യാപികയായിരുന്ന NR സീത ഒളിവിൽ തന്നെ. ഇവർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. കേസിലെ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും കാട്ടി പട്ടണക്കാട് പോലീസും ചേർത്തല പോലീസും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റുകൾ നൽകി പണം തട്ടിയതിന് പട്ടണക്കാട് പോലീസ് 2 കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചേർത്തലയിൽ KSF അധികൃതർ പരാതി കൊടുത്തതിന് പിന്നാലെ ചേർത്തല അർബൻ ബാങ്കും പരാതി നൽകിയിരുന്നു. 3 പോലീസ് സ്റ്റേഷനുകളിലായി 5 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർ നേരത്തെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നറിയുന്നതിനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും പോലീസ് വിദ്യാഭ്യാസ വകുപ്പും സഹകരണ ബാങ്കുകളിലും വിവിധ KSFE ശാഖകളിലും പരിശോധന നടത്തുന്നുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തലയിൽ മുക്കുപണ്ടം തട്ടിപ്പ്.
കോട്ടയം സ്വദേശിയായ 33 വയസ്സുള്ള ബിജീഷ് ചേർത്തല പോലീസിന്റെ പിടിയിലായി. സമാന സ്വഭാവത്തിലുള്ള നിരവധി കേസുകളിൽ ബിജീഷ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ്. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. കോട്ടയം തലയാഴം 11-ാം വാർഡ് കിഴക്കേ കുറിച്ചിത്തറ വീട്ടിൽ ബിജീഷിനെയാണ് ചേർത്തല പോലീസ് പിടികൂടിയത്. തിങ്കളാഴ്ച ചേർത്തല പള്ളിപ്പുറം NSS കോളേജ് ജംഗ്ഷന് സമീപത്തുള്ള സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലെത്തിയ പ്രതി 2 തവണയായി 2 സ്വർണ്ണവളകൾ പണയം വയ്ക്കുകയും 99,000 രൂപ വായ്പയായി വാങ്ങുകയും ചെയ്തിരുന്നു. അതിനുശേഷം ബുധനാഴ്ച വീണ്ടും ഈ സ്ഥാപനത്തിലെത്തി സ്വർണം പണയം വയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ സംശയം തോന്നി സ്ഥാപനത്തിലെ ജീവനക്കാർ പരിശോധന നടത്തിയപ്പോൾ ഇയാൾ കൊണ്ടുവന്ന വളകൾ മുക്കുപണ്ടമാണെന്ന് ബോധ്യപ്പെട്ടു. സ്ഥലത്തു നിന്നും ബിജീഷ് കടന്നു കളഞ്ഞിരുന്നു. സ്ഥാപന ഉടമയുടെ പരാതിയിൽ ചേർത്തല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ബുധനാഴ്ച രാത്രിയോടെ പള്ളിപ്പുറം ഭാഗത്തു നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ചേർത്തല പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ G. അരുൺ, സബ് ഇൻസ്പെക്ടർമാരായ S. സുരേഷ്, ബിജുമോൻ, ശ്രീകുമാർ, സീനിയർ സിവിൽ പിഒമാരായ രഞ്ജു, സെബാസ്റ്റ്യൻ, വിനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ബിജീഷിനെതിരെ വൈക്കം പോലീസ് സ്റ്റേഷനിൽ സമാന സ്വഭാവമുള്ള 2 കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഇയാൾ സമാന രീതിയിൽ മറ്റ് സ്ഥലങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. ചേർത്തല കോടതി ഇയാളെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ടൈം ന്യൂസ്, ചേർത്തല. അരൂർ മണ്ഡലത്തിലെ കുത്തിയതോട്ടിൽ എക്സൈസ് റെയ്ഡ്. കുത്തിയതോട്ടിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് 2 യുവാക്കളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് 1.25 കിലോ കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. എറണാകുളം കുമ്പളം സ്വദേശി മഹേഷ്, മരട് സ്വദേശി അഫ്സൽ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. കുത്തിയതോട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ 1.25 കിലോ കഞ്ചാവുമായി എറണാകുളം സ്വദേശികൾ പിടിയിൽ. കുത്തിയതോട് എക്സൈസ് ഇൻസ്പെക്ടർ PC ഗിരീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി യുവാക്കൾ പിടിയിലായത്. എറണാകുളം കുമ്പളം സ്വദേശി മഹേഷ് 35, മരട് സ്വദേശി അഫ്സൽ അബ്ദു 28 എന്നിവരാണ് പിടിയിലായത്. എറണാകുളം ജില്ലാ പോലീസ് കാപ്പ ചുമത്തിയ പ്രതികളാണ് ഇവർ. ആലപ്പുഴയിൽ ഒളിവിൽ കഴിയുന്നതിനും ദൈനംദിന ചിലവുകൾക്കുമായി പണം കണ്ടെത്തുന്നതിനും കുത്തിയതോട് സ്വദേശിയായ അമ്മിണി ജോസ് എന്നയാളിൽ നിന്നും വാങ്ങിയ കഞ്ചാവാണെന്നാണ് പ്രതികളുടെ മൊഴി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് സംഘം അറിയിച്ചു. പ്രതികളെ ചേർത്തല കോടതിയിൽ ഹാജരാക്കി. എക്സൈസ് സംഘത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബിനേഷ് ജിത്ത്, സിവിൽ ഓഫീസർമാരായ VK ബിബിറ്റ്, U ഉമേഷ്, MD വിഷ്ണുദാസ്, വിധു PM, ബിപിനചന്ദ്രൻ എന്നിവർ ഉണ്ടായിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. തുറവൂർ തൈക്കാട്ടുശ്ശേരി പാർക്ക് അവഗണനയുടെ നേർക്കാഴ്ചയാവുന്നു. പരിപാലനമില്ലാതെ ഇത് നശിക്കുന്നതായി ആരോപണം. കോടികൾ ചിലവഴിച്ചാണ് തൈക്കാട്ടുശ്ശേരി പാർക്ക് നിർമ്മിച്ചത്. വിനോദത്തിനും വിജ്ഞാനത്തിനും കായൽ കാഴ്ചകൾക്കുമായി നിരവധി പേരാണ് തൈക്കാട്ടുശ്ശേരി പാർക്കിൽ എത്തുന്നത്. എന്നാൽ ഇത് പരിപാലനമില്ലാതെ നശിക്കുന്നുവെന്നാണ് ആരോപണം. ചേർത്തല തുറവൂർ പഞ്ചായത്തിലെ കോടികൾ പൊടിച്ചു നിർമ്മിച്ച പാർക്ക് ശോച്യാവസ്ഥയിൽ. തൈക്കാട്ടുശ്ശേരി പാലത്തിന് പടിഞ്ഞാറ് അപ്രോച്ച് റോഡിൽ ഇരുവശങ്ങളിലുമായി നിർമ്മിച്ചിരിക്കുന്ന പാർക്കിനാണ് ഈ ദുരവസ്ഥ. വർഷങ്ങൾക്ക് മുമ്പ് 2.5 കോടി രൂപ ചെലവിട്ടാണ് പാർക്ക് നിർമ്മിച്ചത്. പാർക്കിൻ്റെ മേൽനോട്ട ചുമതല ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനാണ്. എന്നാൽ ഉത്സവം മാമാങ്കം നടത്തി ഉദ്ഘാടനം ചെയ്ത് പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തെങ്കിലും പാർക്ക് സംരക്ഷിക്കാൻ അധികൃതർ ഒന്നും തന്നെ ചെയ്തില്ല. വെള്ളം നനയ്ക്കാതെ പുൽത്തകടി കരിഞ്ഞുണങ്ങി. തൊട്ടാവാടിയും കുറ്റിച്ചെടികളും വളർന്നു. ഞായറാഴ്ച കായൽ സൗന്ദര്യം ആസ്വദിക്കാനും വിശ്രമിക്കാനും ധാരാളം പേരാണ് പാർക്കിലെത്തുന്നത്. പൊതു ശൗചാലയം പാർക്കിലുണ്ട്, പക്ഷേ താഴെട്ട് പൂട്ടിയ നിലയിലാണ്. വെള്ളവുമില്ല. ഇടയ്ക്ക് പാർക്ക് കാട് കയറുമ്പോൾ നാട്ടുകാരാണ് വെട്ടി വൃത്തിയാക്കുന്നത്. പാർക്കിനോട് ചേർന്ന് കായലിലും മറ്റു ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്നതും വലിയ ബുദ്ധിമുട്ടാണ് സന്ദർശകർക്ക് ഉണ്ടാക്കുന്നത്. പാർക്കിൽ മനോഹരമായ സ്തൂപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ രാത്രികാലങ്ങളിൽ വെളിച്ചത്തിനായി അലങ്കാര വിളക്കുകളും 80-ൽ പരം ഇരിപ്പിടങ്ങളുമുണ്ട്. എല്ലാം ഒരു സംരക്ഷണവുമില്ലാതെ നശിക്കുകയാണ്. മുൻ MP AM ആരിഫ് ഇടപെട്ടാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. നിർദ്ദിഷ്ട തുറവൂർ പമ്പാപാതയിൽ നിർമ്മിച്ച പാർക്ക് സംരക്ഷണമില്ലാതെ നശിക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ജില്ലയിൽ തന്നെ ഏറ്റവും മുന്തിയ നിലയിലാണ് ഈ പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ഒരുപക്ഷെ ഒരു മാസക്കാലത്തോളം നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ തടസ്സപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി.
അതിനുശേഷം പല പ്രാവശ്യം DTPC ആയിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിച്ചത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 2,50,00,000 രൂപ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ പാർക്ക് ഒരു സാധാരണക്കാരന് പോലും ഇത് വെറും 50 ലക്ഷത്തിനപ്പുറത്തേക്ക് നിർമ്മാണ പ്രവർത്തനത്തിന് ചിലവ് വരുന്നതായിട്ട് തോന്നുന്നില്ല. ഇതിൽ തുടക്കം മുതൽ തന്നെ വൻ അഴിമതിയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും നമുക്ക് ആ പരിസരം നമ്മുടെ പാർക്കിൻ്റെ പരിസരം നമുക്കറിയാം വളരെ വൃത്തിഹീനമായ രീതിയിലാണ് നിർമ്മാണവും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനവും പോകുന്നത്. നമ്മൾ ഇന്ന് ഹരിത ചട്ടം പാലിച്ച് കേരളം നമ്പർ 1 ക്ലീൻ കേരള എന്നുള്ള പ്രഖ്യാപനം നടത്താൻ പോകുമ്പോൾ പോലും നമ്മുടെ പാർക്കിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞു കൂടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായിട്ട് തുടക്കം മുതലുള്ള അഴിമതി അതിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഈ 2,50,00,000 രൂപ നിലവിലിവിടെ മുടക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ് ആദ്യം നടത്തേണ്ടത്. അതിനുശേഷം നമ്മൾ വിലപ്പെട്ട ഭിത്തികൾ, കാരണം ഒരു നിരന്തരം ആക്സിഡൻ്റ് ഉണ്ടാകുന്ന ഒരു മേഖലയായി ഈ പാർക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ അറിയാം വിലപ്പെട്ട ഭിത്തികൾ നമ്മുടെ ഈ പാർക്കിലില്ല. അതോടൊപ്പം തന്നെ പുല്ല് പിടിച്ച പുൽമേടയായിട്ട് ഈ പാർക്ക് മാറുന്നു. ഒരു ടോയ്ലറ്റിൽ പോകാൻ പോലും ഒരു പാർക്കിൽ വരുന്ന സഞ്ചാരികൾക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. 2 പൂട്ടിട്ടാണ് ആ ടോയ്ലറ്റ് പോലും പൂട്ടിയിരിക്കുന്നത്. തുറവൂരിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി, ടൈം ന്യൂസ്. മുഹമ്മ കുമരകം ബോട്ട് യാത്രയ്ക്ക് പുല്ലാങ്കുഴൽ കച്ചേരി. ബോട്ടിലെ ലാസ്കർ സന്ദീപാണ് പുല്ലാങ്കുഴൽ വായിച്ച യാത്രക്കാർക്ക് സന്തോഷം പകരുന്നത്. മുഹമ്മ കുമരകം ബോട്ട് യാത്രയ്ക്ക് പുല്ലാങ്കുഴൽ കച്ചേരിയും. ബോട്ടിലെ ലാസ്കർ സന്ദീപാണ് പുല്ലാങ്കുഴൽ നാദത്തിലൂടെ യാത്രക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. സംഗീതാധ്യാപകൻ കൂടിയായ സന്ദീപ് മാസങ്ങൾക്ക് മുൻപാണ് ബോട്ടിൽ ജോലിയിൽ പ്രവേശിച്ചത്. സ്ഥിരം യാത്രക്കാർക്ക് കായൽ യാത്രയുടെ ഹരം ഉണ്ടാകില്ല. സന്ദീപിൻ്റെ വയലിൻ നാദവും പുല്ലാങ്കുഴൽ ഗാനവും 3/4 മണിക്കൂർ നേരത്തെ ഉല്ലാസയാത്രയാണ് യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത്. പെരുമ്പളം സ്വദേശി അരവിന്ദാക്ഷൻ നായരുടെ മകനായ സന്ദീപ് വിദ്യാഭ്യാസകാലം മുതൽ സംഗീത പഠനം നടത്തുന്നു. പാണാവള്ളി ചെമ്പൈ കലാകേന്ദ്രത്തിലെ പഠനവും ഡോക്ടർ ഓമനക്കുട്ടിയുടെ ശിക്ഷണവും സന്ദീപിൻ്റെ സർഗവാസനയ്ക്ക് കരുത്തേകി. സംസ്ഥാന റിസോഴ്സ് സെൻറ്ററിൽ നിന്ന് സംഗീതഭൂഷൺ ഡിപ്ലോമ കരസ്ഥമാക്കി. സംഗീതവേദികളിൽ കയ്യടി ഏറ്റുവാങ്ങുന്ന സന്ദീപിലെ കലാകാരൻ നിർധനരായ കുട്ടികളുടെ സർഗശേഷിയിലും ശ്രദ്ധിക്കുന്നു. 20 കുട്ടികൾക്ക് സൗജന്യമായി സംഗീത പഠനത്തിന് അവസരമൊരുക്കിയാണ് സന്ദീപ് മാതൃകയാവുന്നത്. NGO യൂണിയൻ ബ്രാഞ്ച് പ്രസിഡന്റ് കൂടിയാണ് സന്ദീപ്. സംഗീതം ഇരുന്ന ഒരു പ്രസന്നകുമാരി ടീച്ചർ എന്നുള്ളതിലാണ് സംഗീതത്തിൽ ആദ്യാക്ഷരം പഠിപ്പിച്ചത്. പിന്നീട് കോട്ടയം KV പ്രകാശ് എന്ന സാറിൻ്റെ അടുത്താണ് ഞാൻ കാലങ്ങളായിട്ട് വയലിനും പാട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ശങ്കരനാരായണ സാർ എന്ന് പറയുന്ന തൃപ്പൂണിത്തുറ ശങ്കരനാരായണ സാറിൻ്റെ അടുത്താണ് ഓടക്കുഴൽ ലിപ്പി അഭ്യസിക്കുന്നത്. പിന്നെ പത്മശ്രീ ഓമനക്കുട്ടി ടീച്ചറിൻ്റെ MG ശ്രീകുമാറിൻ്റെ ചേച്ചി, ആ ടീച്ചറിൻ്റെ കീഴിലാണ് ഞാൻ സംഗീതഭൂഷൺ പാസ്സായത്. ടീച്ചറിൻ്റെ കീഴിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഗീതത്തിൽ. പിന്നെ പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്, കച്ചേരികൾ, ഫ്യൂഷൻ, അതുപോലെയുള്ള ഒരുപാട് പരിപാടികൾ ചെയ്തു വരുന്നു. ജോലി കിട്ടിയിട്ട് ഇപ്പോൾ 8 വർഷമായി. ജോലിയുടെ ഇടയ്ക്കും എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് ഒരുപാട് സഹകരണങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഷാജി വി നായർ സാർ IAS ആണ്. സാറിൻ്റെ ഒരുപാട് സഹകരണത്തോടു കൂടിയാണ് ഞാൻ ഈ പ്രോഗ്രാമൊക്കെ ചെയ്യാറുള്ളത്. ടൈം ന്യൂസ് മുഹമ്മ. മയക്കുമരുന്നിനെതിരെ ജാഗ്രതാ സന്ദേശവുമായി INDUC സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ചേർത്തലയിൽ സംഘടിപ്പിച്ച ജാഗ്രതാ സദസ്സ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് G. ബൈജു ഉദ്ഘാടനം ചെയ്തു. INDUC ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മയക്കുമരുന്നിനെതിരെ ജാഗ്രതാ സദസ്സ് നടത്തിയത്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുൻവശം നടന്ന ജാഗ്രതാ സദസ്സ് INDUC ജില്ലാ പ്രസിഡന്റ് G. ബൈജു ഉദ്ഘാടനം ചെയ്തു. എവിടെ നിന്നാണ് മയക്കുമരുന്ന് വരുന്നത്? അതിന്റെ സ്രോതസ് എവിടെയാണ്? അതിന്റെ വിപണനം എവിടെയാണ്?
അത് ആരൊക്കെ ഉപയോഗിക്കപ്പെടുന്നു എന്നൊക്കെ കണ്ടെത്തുവാൻ ഈ നാട്ടിൽ പോലീസും എക്സൈസും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം മയക്കുമരുന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു പത്രക്കുറിപ്പ് കണ്ടു. എക്സൈസ് മന്ത്രിയുടെ പത്രക്കുറിപ്പ്, എക്സൈസിന് ഇത്ര വാഹനം വാങ്ങിച്ചു കൊടുത്തു. നിങ്ങൾ 100,000 വാഹനം എക്സൈസിന് വാങ്ങിച്ചു കൊടുത്താലും എന്തിനു പറയുന്നു, നമ്മുടെ ജില്ലയിലെ ജനപ്രതിനിധികളുടെ മകനെ പോലും മയക്കുമരുന്ന് കേസിൽ, കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ രണ്ടാമത്തെ ഒരു വിശദമായ അന്വേഷണം നടത്തി അവരെ രക്ഷപ്പെടുത്തുന്ന സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. കരുനാഗപ്പള്ളിക്ക് സമീപം മയക്കുമരുന്ന് പിടിച്ചപ്പോൾ അതിന്റെ അവസാനത്തെ കണ്ടിയായി ചെന്ന് നിന്നത് ആലപ്പുഴയിലെ ഒരു മുനിസിപ്പൽ കൗൺസിലറായിരുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. ഇക്കഴിഞ്ഞ ദിവസം ഓച്ചിറയിൽ നിന്ന് പത്രവാർത്തയിൽ നിന്ന് ചാനലിൽ കണ്ടു. ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് ഒരു വീടിന്റെ പുറകിൽ 70 മൂട് കഞ്ചാവ് കൃഷി ചെയ്തിരിക്കുന്നു. ആ വീടിനകത്ത് പരിശോധിച്ചപ്പോൾ 5.5 കിലോ കഞ്ചാവ് കിട്ടിയിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്. കേരള പോലീസിനെയും എക്സൈസിനെയും സ്വതന്ത്രമായി വിട്ടാൽ, അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അവസരം കൊടുത്തുവാൻ ഈ മയക്കുമരുന്ന് മാഫിയയെ അമർച്ച ചെയ്യുവാനുള്ള സംവിധാനം കേരളത്തിലെ പോലീസിനും എക്സൈസിനും ഉണ്ട് എന്ന് INTUC കരുതുന്നു. ചേർത്തല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ TS രഘുവരൻ, KC ആന്റണി, DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് CD ശങ്കർ, R ശശിധരൻ, സജി കുര്യാക്കോസ്, അഡ്വക്കേറ്റ് VN അജയൻ, INTUC ജില്ലാ സെക്രട്ടറിമാരായ KV സോളമൻ, G സോമകുമാർ, കല്ലാപ്പുറം സാബു, രഞ്ജിത്ത് ചങ്ങണ്ട, രാജേഷ്, കുഞ്ഞുമോൻ TS, രാധാകൃഷ്ണൻ, വിശ്വംഭരൻ പിള്ള, G രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിൽ റോട്ടറി ഗവർണറുടെ സന്ദർശനവും വിവിധ പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും നടന്നു. റോട്ടറി ഗവർണർ സുധി ജബ്ബാർ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ഗ്രീൻ ഗാർഡൻസ് ആശുപത്രിയിൽ നിന്നും നിർധനരായ രോഗികൾക്ക് സൗജന്യമായി രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ്സും പ്ലാസ്മയും ഓരോ യൂണിറ്റ് നൽകിക്കൊണ്ടാണ് പ്രൊജക്ടുകൾ ആരംഭിച്ചത്. റോട്ടറി ഗവർണർ സുധി ജബ്ബാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ റോട്ടറിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ്. അപ്പോൾ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലബ്ബ് വളരെ നന്നായിട്ട് അത് കൃത്യമായി ജനുവരി മാസത്തിൽ തന്നെ, അതുപോലെ തന്നെ കൃത്യമായി ജൂലൈ മാസത്തിൽ തന്നെ ഫസ്റ്റും സെക്കൻഡും പേയ്മെൻറ്റ് കൃത്യമായി നൽകി ഒരു കയ്യിൽ പ്രതീക്ഷിച്ചു. അത് വലിയൊരു കാര്യമാണ്. കാര്യം അതാണ് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ. കാരണം നമുക്കറിയാം ഇൻവോയ്സ് കൃത്യമായിട്ട് ജൂലൈയിൽ വരുമെന്നും ജനുവരി വരുമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് പയ്യെ അങ്ങോട്ട് പക്ഷെ ഇവർ നോക്കുന്ന ആ കമ്മിറ്റ്മെൻറ്റാണ്. ആ കമ്മിറ്റ്മെൻറ്റ് ഇന്ന് വരുമ്പോൾ തന്നെ നല്ലൊരു കാര്യം, ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തോടു കൂടി തുടങ്ങാൻ സാധിച്ചത് മറ്റൊരു വലിയൊരു സന്തോഷം. കാര്യം ഇവിടെ സെക്രട്ടറി ഹാർട്ട് കോളേജ് ഹോസ്പിറ്റലിൽ ചെന്ന് അവരിവിടെ ബ്ലഡ് കമ്പോണൻറ്റ് സെപ്പറേഷൻ യൂണിറ്റ് തുടങ്ങിയിട്ട് അത് താങ്ക് യു AC വിനോദ്, അദ്ദേഹത്തിൻ്റെ വളരെയധികം നല്ലൊരു പിൻബലം അതിൽ ഒരു ഗ്ലോബൽ ഗ്രാൻഡായിട്ട് അദ്ദേഹം ചെയ്തു. സന്തോഷിൻ്റെ പിരീഡാണ് അത് ചെയ്യുന്നത്. അത് വളരെ വിജയകരമായി അത് കൊണ്ടുപോകുന്നത്. ഇന്ന് ആദ്യത്തെ ആ ഒരു കമ്പോണൻറ്റ് സുനിൽ കുമാറിനെ ഏൽപ്പിച്ചുകൊണ്ട് തുടങ്ങാൻ സാധിച്ചു. അതോടൊപ്പം എന്താണ് ഈ സെപ്പറേഷൻ കമ്പോണൻറ്റ് സെപ്പറേഷൻ യൂണിറ്റ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇന്ന് അത് കണ്ട് മനസ്സിലാക്കി. അത് വളരെ വ്യക്തമായിട്ടും എങ്ങനെ എന്ത് ചെയ്യുന്നു അവിടുത്തെ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും പറഞ്ഞു. പ്രത്യേകം എൻ്റെ അഭിനന്ദനങ്ങൾ നബിയ സിസ്റ്ററിനോട് അറിയിക്കണം. ഞാൻ ഗസ്റ്റ് ഹൗസിന് സമീപമുള്ള ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ 5 വനിതകൾക്ക് സൗജന്യമായി ഡ്രൈവിംഗ് പരിശീലനവും ലൈസൻസും കൂടാതെ അവർക്ക് സ്ഥിരമായി തൊഴിൽ നൽകുന്ന പദ്ധതിയും ഗവർണർ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെയും ആയുർക്ഷേത്ര ആയുർവേദ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചേർത്തല ടൗൺ റോട്ടറി ക്ലബ് പ്രസിഡന്റ് NG നായർ അധ്യക്ഷത വഹിച്ചു. സർവീസ് പ്രൊജക്ട് ചെയർമാൻ K ലാൽജി സ്വാഗതം പറഞ്ഞു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KG ബിജു ക്ലാസ് എടുത്തു. അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ശ്രീദേവൻ, വാർഡ് കൗൺസിലർ A അജി, ക്ലബ് സെക്രട്ടറി ഡോക്ടർ ലൂക്കോസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിലെ നിരവധി അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ഹർഷകുമാർ നന്ദി രേഖപ്പെടുത്തി. വൈകുന്നേരം ക്ലബ് ഹാളിൽ നടന്ന കുടുംബസംഗമത്തിൽ ക്വിസ് മത്സര വിജയികളായവർക്ക് ട്രോഫിയും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. ഷട്ടിൽ ബാഡ്മിന്റണിൽ മികവ് തെളിയിച്ച റോട്ടറി അനറ്റ് ധ്വനി നന്ദഗോപനെ ആദരിച്ചു. റോട്ടറി കുടുംബാംഗങ്ങളും സമീപ ക്ലബ്ബുകളിലെ റൊട്ടേറിയന്മാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധയിനം കലാപരിപാടികളും നടന്നു. ടൈം ന്യൂസ്, ചേർത്തല.
കയർത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള വിവിധ ധനസഹായ വിതരണം ആരംഭിച്ചു. ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള കയർത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചേർത്തല സബ് ഓഫീസിന്റെ പരിധികളിലുള്ളതും 2024 ഡിസംബർ മാസം വരെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതുമായ തൊഴിലാളികൾക്ക് വിവിധ ധനസഹായങ്ങൾ വിതരണം ചെയ്തു. വിവാഹം, അപകടമരണം, സ്ഥിരാസ്വാധീനം തുടങ്ങിയ ധനസഹായങ്ങളാണ് വിതരണം ചെയ്തത്. സർക്കാർ സ്പെഷ്യൽ ഗ്രാന്റായി അനുവദിച്ച 53 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് ധനസഹായങ്ങളുടെ വിതരണം. കയർത്തൊഴിലാളികൾക്കുള്ള വിരമിക്കൽ ആനുകൂല്യവും വൈകാതെ വിതരണം ചെയ്യുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ബോർഡ് അംഗം NR ബാബുരാജ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ M മഞ്ജു എന്നിവർ പറഞ്ഞു. ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ധനസഹായങ്ങളുടെ വിതരണോദ്ഘാടനം ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. കയർത്തൊഴിലാളി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാരും ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലെല്ലാം അങ്ങനെ തന്നെയാണ്. കാര്യം നിങ്ങളുടെ ഒരു ബലമാണ് നമ്മളുടേതായിട്ടുള്ള ഓരോ സംരംഭത്തിനും, അല്ലാന്നുണ്ടെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും കയർത്തൊഴിലാളികളുടെ ഒരു സേവനം തന്നെയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്ഷേമനിധിയിലുള്ള അംഗത്വം വളരെ കുറയുകയാണ്. കാരണം ഇവിടെ NRB സൂചിപ്പിക്കുകയുണ്ടായി, അതായത് കയർത്തൊഴിലാളികളുടെ മക്കളടക്കം നമ്മുടെ കേരളത്തിന് വന്നിട്ടുള്ളതായിട്ടുള്ള മാറ്റം ഇന്ന് വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഡയറക്ടർ ബോർഡ് അംഗം NR ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. CIT നേതാവായ PK രാജൻ, INTUC നേതാവായ KR രാജേന്ദ്രപ്രസാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സബ് ഓഫീസർ AP പ്രദീപ് കുമാർ കൃതജ്ഞതയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ M മഞ്ജു സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. കടക്കർപ്പള്ളി കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് മാർച്ച് 24-ന് തുടക്കമാവും. ഏപ്രിൽ 7-നാണ് സമാപനം. ഇക്കൊല്ലം വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചേർത്തല കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ കൊടിയേറ്റ് മഹോത്സവം 2025 മാർച്ച് മാസം 24-ാം തീയതി കൊടികയറി 2025 ഏപ്രിൽ മാസം 1-ാം തീയതി വടക്ക് ചേരുവാര തിരുവുത്സവത്തോടും അതുപോലെ തന്നെ 2025 ഏപ്രിൽ മാസം 2-ാം തീയതി വടക്ക് ചേരുവാര ആറാട്ട മഹോത്സവത്തോടു കൂടി സമാപിക്കുകയാണ്. ഈ വർഷത്തെ ഉത്സവ മോടിയാക്കുന്നതിനായി നിരവധി കലാപരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ വർഷം 6ഓളം കലാപരിപാടികളാണ് ഉള്ളത്. ഇതിൽ 6 ഗാനമേളകളും 2 നാടകം, നൃത്യങ്ങൾ, തിരുവാതിര, കൈകൊട്ടിക്കളി മത്സരം മുതലായ കലാപരിപാടി 2 സ്റ്റേജിലായിട്ടാണ് അണിനിരത്തിയിട്ടുള്ളത്. ഏപ്രിൽ 1-ന് നടക്കുന്ന വടക്ക് ചേരുവാര തിരുവുത്സവത്തിന് നടക്കുന്ന ഗാനമേള നയിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായിക രഞ്ജിനി ജോസും 2ാം ഉത്സവ ദിവസമായ തെക്ക് ചേരുവാര മഹോത്സവ ദിവസം ഗാനമേള നയിക്കുന്നത് സുപ്രസിദ്ധ പിന്നണി ഗായിക ജ്യോത്സനയാണ്. ഇത്തവണ ഇരു ചേരുവാരങ്ങളും 5 ആനകളെ അണിനിരത്തിക്കൊണ്ടാണ് ശ്രീബലി നടത്തുന്നത്. ഈ 5 ആനകളും കേരള വനനിയമം അനുസരിച്ച് ഉള്ള ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ആന എഴുന്നള്ളിക്കുന്നത്. ഫോറസ്റ്റിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും അതുപോലെ തന്നെ എലിഫന്റ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ടീമെല്ലാം ഈ ആനയെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിലുണ്ടാകും. മാർച്ച് 24-ന് രാത്രി 7:15-നും 8-നും മധ്യേ ക്ഷേത്രം തന്ത്രി ജിതിൻ ഗോപാലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും. തുടർന്ന് കൊടിയേറ്റ് സദ്യ. രാത്രി 8-ന് ഗാനമേള. 25-ന് വൈകിട്ട് വേദി 1-ൽ, രാത്രി 8-ന് നാടകം. വേദി 2-ൽ വൈകിട്ട് 6:30-നും 7-നും തിരുവാതിരകളി. രാത്രി 8-ന് കുറത്തിയാട്ടം. 26-ന് വേദി 1-ൽ, രാത്രി 7:30-ന് ഗാനമേള. വേദി 2-ൽ 8:30-ന് ഭക്തിഗാനസുധ. രാത്രി 7:30-ന് വയലിൻ സോളോ. ഏപ്രിൽ 1-ന് വടക്കേ ചേരുവാര ഉത്സവം. വൈകിട്ട് 7-ന് മെഗാ മ്യൂസിക്കൽ മെഗാ ഷോ. 9:30-ന് കാഴ്ച ശ്രീബലി. തുടർന്ന് പഞ്ചാരിമേളം. രാത്രി 10-ന് തിരുപിടുത്തം. ഏപ്രിൽ 2-ന് പുലർച്ചെ ആറാട്ട്. രാവിലെ 10:30-ന് ഓട്ടംതുള്ളൽ. 11-ന് ഏകപത്ര നാടകം. രാത്രി 7-ന് ചലച്ചിത്ര പിന്നണി ഗായിക ജോസ്ന നയിക്കുന്ന ഗാനമേള. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് അനിൽ അഞ്ചന്തറ, വൈസ് പ്രസിഡന്റ് തിലകൻ കൈലാസം, സെക്രട്ടറി രാധാകൃഷ്ണൻ തേറാത്ത്, ഖജാൻജി PA ബിനു, സ്കൂൾ മാനേജർ KP ആഘോഷ് കുമാർ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ മകേഷ് ചേർത്തല, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ PB തങ്കച്ചൻ, കൺവീനർ പ്രത്യൂഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. തണ്ണീർമുക്കം ഫെസ്റ്റിനോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് G ശശികല സമ്മാനങ്ങൾ കൈമാറി. തണ്ണീർമുക്കം ഫെസ്റ്റിന്റെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
ഒന്നാം സമ്മാനമായ ബുള്ളറ്റ് ബൈക്ക് ലഭിച്ചത് വാർനാട് കവലയ്ക്ക് സമീപത്തുള്ള അറയ്ക്കൽ ജോസഫിന്. കണ്ണങ്കര പടിഞ്ഞാറെ മണപ്പുറം വീട്ടിൽ രജിത ബൈജുവാണ് രണ്ടാം സമ്മാനമായ അരപ്പവൻ സ്വർണത്തിന് അർഹയായത്. മൂന്നാം സമ്മാനമായ എയർ കണ്ടീഷണർ തണ്ണീർമുക്കം ലക്ഷ്മി ഭവനിൽ ഓമന മുരളിക്കും, നാലാം സമ്മാനമായ വാഷിംഗ് മെഷീൻ കരിക്കാട് മറ്റംപറമ്പിൽ മോളിക്കുട്ടി സേവ്യറിനും, അഞ്ചാം സമ്മാനമായ ടെലിവിഷൻ തണ്ണീർമുക്കം സ്വദേശി ജയശ്രീ ജയനും ലഭിച്ചു. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ എല്ലായിടത്തും തന്നെ നമ്മുടെ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തികം കണ്ടെത്തുക എന്നതിനേക്കാൾ ഉപരി എല്ലാവരെയും തന്നെ നമുക്ക് അതിൽ ഭാഗഭാക്കാക്കുക, നമ്മുടെ ഓരോ വീടുകളും ഒക്കെ തന്നെ നമ്മുടെ ഈ ഫെസ്റ്റിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക എന്ന ഒരു പ്രധാനമായ ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് നമ്മൾ സമ്മാന കൂപ്പൺ അടിച്ച് വിതരണം ചെയ്യുക എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത്. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിനിയോഗിക്കുവാൻ, നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനപ്രതിനിധികൾ, അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി, നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാഫ്, നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള ഒരു സഹായ സഹകരണ മനോഭാവത്തോടുകൂടിയാണ് നമുക്ക് ആ ഫെസ്റ്റ് വിജയിപ്പിക്കുവാനായിട്ട് സാധിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറി PP ഉദയസിംഹൻ, DCC സെക്രട്ടറി R ശശിധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ സീന സുജിത്ത്, BS സുരേഷ് കുമാർ, മിനി ലെനിൻ, KB ഷാജി, ഗിരീഷ് മലയിൽ, രജിമോൾ പ്രസാദ്, PJ തോമസ്, സ്വപ്ന, ശ്രീകാന്ത്, ഗ്രേസി, ഷീല, തണ്ണീർമുക്കം ഫെസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം തണ്ണീർമുക്കം ശിവശങ്കരൻ, CDS ചെയർപേഴ്സൺ സുധർമ്മ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ SC വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് ഫർണിച്ചറുകൾ വിതരണം ചെയ്തത്. മുഹമ്മ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ SC വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് ഫർണിച്ചറുകൾ വിതരണം ചെയ്തത്. മുഹമ്മ ആസാദ് മെമ്മോറിയൽ LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ നമ്മുടെ സ്കൂളിലെ പഠിക്കുന്ന മുഴുവൻ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ആവശ്യമായ തരത്തിലുള്ള എല്ലാ ഫണ്ടുകളും വകയിരുത്തിക്കൊണ്ടാണ് കുഞ്ഞുങ്ങളെ അത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ആ തരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്തേണ്ട ചുമതല കുഞ്ഞുങ്ങൾക്കുണ്ട്. വൈസ് പ്രസിഡന്റ് ND റെജി അധ്യക്ഷത വഹിച്ചു. CD വിശ്വനാഥൻ, M ചന്ദ്ര, സ്കൂൾ പ്രഥമാധ്യാപിക S മിനി, PTA പ്രസിഡന്റ് ET രമണൻ, പഞ്ചായത്ത് അംഗം വിഷ്ണു V വട്ടച്ചിറ എന്നിവർ സംസാരിച്ചു. PN നസീമ സ്വാഗതവും പഞ്ചായത്ത് അംഗം ബിനോമ രാജു നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, മുഹമ്മ. ആലപ്പുഴ കൊമ്മാടി കാരുണ്യ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ രൂപത PRO ഫാദർ സേവ്യർ കുടിയാംശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കൊമ്മാടി കാരുണ്യ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ രൂപത PRO ഫാദർ സേവ്യർ കുടിയാംശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഈ കാരുണ്യ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ചെയ്യുന്നത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. നിങ്ങളിങ്ങനെ ഇതിനായിട്ട് സമയം കണ്ടെത്തിയതും ഈ നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ ബോധവൽക്കരണ പരിപാടികൾ ഓരോ പ്രഗത്ഭരായ ആൾക്ക്, ഞാൻ ഡോക്ടർ പത്മകുമാർ എവിടെയോ വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് ബോധവൽക്കരണ പരിപാടികൾ ചെയ്യുന്നത് നിശ്ചയമായിട്ടും നല്ലതാണ്. ഇത് മാത്രമല്ല, ഞാൻ പറയുന്ന മുക്കിലും മൂലയിലും ഇതേപോലുള്ള പരിപാടികൾ വേണം. വീടുകൾ തോറും ആരെങ്കിലും നിങ്ങളുടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ ആൾക്കാർക്ക് ചില ഏരിയാസ് എടുത്തിട്ട് വീടുകൾ സന്ദർശിക്കുന്ന പരിപാടി കൂടി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരുന്നു പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആലപ്പുഴ നഗരസഭ മുൻ ചെയർപേഴ്സൺ മേഴ്സി ഡയാനോ മാസിഡോ, മുൻ കൗൺസിലർ ബീന, ജോസ് ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. കണിച്ചുകുളങ്ങര മാവുങ്കൽ ശ്രീ ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. 5ാം ദിവസം നടന്ന രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രം. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. തൂമന്ദഹാസം തൂകി ഓടക്കുഴൽ വായിച്ച ഭക്തജനങ്ങൾക്ക് അനുഗ്രഹപ്രഭ ചുരിഞ്ഞു നിൽക്കുന്ന ഗോപാലകൃഷ്ണ സ്വാമിയുടെ അത്യപൂർവ വിഗ്രഹ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമായ മാവുങ്കൽ ശ്രീ ഗോപാലകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളുടെ ഭാഗമായി രുക്മിണി സ്വയംവരം നടന്നു. രാവിലെ 7:30 മുതൽ ഭാഗവത പാരായണം, 11-ന് ക്ഷേത്രത്തിലേക്ക് സ്വയംവര ഘോഷയാത്രയോടുകൂടിയാണ് രുക്മിണി സ്വയംവരം നടന്നത്.
രുക്മിണി സ്വയംവരത്തിന് ശേഷം പ്രസാദകൂട്ട, വൈകിട്ട് 5:30 സർവൈശ്വര്യ പൂജ, 6:30 ദീപാരാധന, 6:45 ഗാനാലാപനം, 8 കഥാപ്രവചനം, തുടർന്ന് മംഗളാരതി എന്നിവയും നടന്നു. മാർച്ച് 23 ഞായറാഴ്ച അവഭൃത സ്നാനത്തോടെ സപ്താഹയജ്ഞം സമാപിക്കും. തുടർന്ന് മാർച്ച് 23, 24 തിരുവുത്സവത്തിന്റെ സമാപന ദിവസങ്ങളാണ്. മാർച്ച് 25 കാഴ്ച ശ്രീബലി, വിളക്കെഴുന്നള്ളത്ത് എന്നിവയോടുകൂടി തിരുവുത്സവം സമാപിക്കും. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ ഹരിപ്പാട് വിദേശ നിർമ്മിത നിറതോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവം കേന്ദ്ര ഏജൻസിയും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ഊർജിതമാക്കി. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനം. വാർഷിക ബഡ്ജറ്റിൽ 2.2 കോടി രൂപ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചു. വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് നൽകി ലക്ഷങ്ങളുടെ തട്ടിപ്പ്. ചേർത്തല ടൗൺ LP സ്കൂൾ പ്രഥമാധ്യാപിക NR സീത ഒളിവിൽ തന്നെ. KSFക്ക് പിന്നാലെ ചേർത്തല അർബൻ ബാങ്കും പരാതി നൽകി. ചേർത്തലയിൽ മുക്കുപണ്ടം തട്ടിപ്പ്. കോട്ടയം സ്വദേശി 33 വയസ്സുള്ള വിജീഷാണ് ചേർത്തല പോലീസിന്റെ പിടിയിലായത്. സമാന സ്വഭാവത്തിലുള്ള നിരവധി കേസുകളിലും ഇയാൾ പ്രതിയെന്ന പോലീസ്. കുത്തിയതോട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ 1.25 കിലോ കഞ്ചാവുമായി എറണാകുളം സ്വദേശികൾ പിടിയിൽ. കുമ്പളം സ്വദേശി മഹേഷ്, മരട് സ്വദേശി അഫ്സൽ എന്നിവരാണ് പിടിയിലായത്. കോടികൾ ചിലവിട്ട് നിർമ്മിച്ച തൈക്കാട്ടുശ്ശേരി പാർക്ക് പരിപാലനമില്ലാതെ നശിക്കുന്നുവെന്ന് ആരോപണം. തുറവൂർ പമ്പ റോഡിൽ കായലോരത്ത് നിർമ്മിച്ച പാർക്കിൽ വിശ്രമത്തിനും കായൽ സൗന്ദര്യം ആസ്വദിക്കുന്നതിനുമായി നിരവധി പേരാണ് എത്തുന്നത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.